നമസ്കാരം. ബാങ്കുകളിലെ അനാവശ്യ ഇൻഷുറൻസ് വിൽപ്പനയെപ്പറ്റി വളരെ ആശങ്കയുണർത്തുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും അതിന് തൊട്ടടുത്ത ദിവസം ഇൻഷുറൻസ് റെഗുലേറ്ററി ചീഫ് ദേബാശിഷ് പാണ്ഡെയും പുറത്തുവിട്ടത്. ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. By the way, you look at each customer's requirement without clubbing them into one class, particularly in the context where banks facilitate the distribution of insurance products. I wish to say this for due consideration of the bank's boards. While this model has significantly contributed to improving insurance penetration across the country, it has also raised concerns about instances of mis-selling, and I would say added or contributed in indirect ways of increased cost of borrowing for the customers. So banks will have to look at it with a lot more emphasis on their core banking activities and not burden customers with insurances which they don't require. ഇൻഷുറൻസ് മിസ്സെല്ലിംഗ് എന്ന കടുത്ത വാക്കുകളാണ് ധനമന്ത്രി ഇവിടെ ഉപയോഗിച്ചത്. ഇത് ബാങ്കുകൾക്കെതിരെയുള്ള ഒരു ശബ്ദമായി മാത്രം കാണേണ്ട. ഇൻഷുറൻസ് എന്ന സർവീസ് ഏതൊരു സാധാരണക്കാരനും സാമ്പത്തിക അച്ചടക്കത്തിന് ഒഴിച്ചുകൂടാനാവാത്ത സൊല്യൂഷൻ അനാവശ്യമായി ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് ജനങ്ങളിൽ ഇൻഷുറൻസിന്റെ വിശ്വാസം കളയുന്ന ഏതൊരു സ്ഥാപനത്തിനെയും എതിരെയുള്ള ഒരു സർക്കാരിന്റെ വിമർശനമാണിത്. ഈ പ്രസ്താവന കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ഒരു ലോൺ എടുക്കുമ്പോൾ ഇൻഷുറൻസ് എടുക്കേണ്ടത് നിർബന്ധമാണോ? ഇത് ഒരു ലോണിന്റെ കടബാധ്യതയെ എങ്ങനെ വർദ്ധിപ്പിക്കുന്നു? രണ്ട്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുന്നത് വിശ്വസനീയമാണോ? ഈ രണ്ട് വിഷയങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എ ക്വിക്ക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൈസെൽഫ്. എൻ്റെ പേര് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ വാർത്തകളും വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തും മാത്രമാണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്. ട്രസ്റ്റ് ഓഫ് ദ ഇൻഷുറൻസ് മാസ്റ്റർ എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻ അറ്റ് റൈറ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. ആദ്യ ചോദ്യം, ഒരു ലോൺ എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് നിർബന്ധമാണോ? ഇത് എങ്ങനെ ഒരു കടബാധ്യതയെ വർദ്ധിപ്പിക്കുന്നു? നമുക്ക് നോക്കാം. ഇൻഷുറൻസ് എടുത്താൽ മാത്രം ബാങ്കിൽ നിന്ന് ലോൺ എന്ന് പറയുന്ന അവസ്ഥയാണ് ഭൂരിഭാഗം ബാങ്കുകളിലും. 10 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുന്ന വ്യക്തിയെ കൊണ്ട് നിർബന്ധമായും എടുപ്പിക്കുന്നത് 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുമെങ്കിലും ഇത് നിജസ്ഥിതി. ഇൻഷുറൻസിന്റെ പൈസ ആദ്യം കയ്യിൽ നിന്നും കൊടുക്കേണ്ട സർ, അത് സാറിന്റെ ലോണിൽ നിന്ന് EMI ആയി എടുത്തുകൊള്ളും. ഇതാണ് വാഗ്ദാനം. കയ്യിൽ നിന്നും പൈസ കൊടുക്കേണ്ട എന്ന് കേൾക്കുമ്പോൾ കസ്റ്റമറിനും ഹാപ്പി. ഇതാണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന കീഴ്വഴക്കം. ഇവിടെ ജനങ്ങൾ തിരിച്ചറിയേണ്ട, മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, നിങ്ങൾ എടുക്കുന്ന ഇൻഷുറൻസ് പ്ലാൻ ഏതാണെന്ന് മനസ്സിലാക്കുക. ലോൺ പ്രൊട്ടക്ടർ ആണോ, ലൈഫ് കവറേജ് ആണോ, ടേം പ്ലാൻ ആണോ എന്നിങ്ങനെ. 2, നിങ്ങൾ എടുക്കുന്ന ഇൻഷുറൻസ് പ്ലാൻ ഭാവിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്നത്. 3, EMI ആണെങ്കിൽ പോലും ലോണിന്റെ തിരിച്ചടവിൽ വരുത്തുന്ന അധിക ബാധ്യത എത്രയാണെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഒരു ലോൺ എടുക്കുമ്പോൾ അതിന്റെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ ഒരു ഇൻഷുറൻസ് പ്ലാൻ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷെ അത് കസ്റ്റമറിന്റെ ആവശ്യത്തിനായിരിക്കണം എന്ന് മാത്രം. അല്ലാതെ ലോൺ തുക കിട്ടുന്നതിന് വേണ്ടി ഇൻഷുറൻസ് എടുക്കണം എന്ന ഒരു റെഗുലേഷൻസും ഇപ്പോൾ നിലവിലില്ല. വേണോ വേണ്ടയോ എന്നുള്ളത് ഒരു കസ്റ്റമറിന്റെ ചോയ്സ് ആണ്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടെങ്കിൽ RBIയിലോ IRDAയിലോ സമർപ്പിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ധനകാര്യ സ്ഥാപനങ്ങളിൽ കൂടി ഇൻഷുറൻസ് എടുക്കുന്നത് വിശ്വസനീയമാണോ? നമുക്ക് നോക്കാം. ഇപ്പോഴും ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒന്നാണ്, ഇൻഷുറൻസ് ഒരു പ്രോഡക്റ്റ് അല്ല, പകരം സർവീസ് ആണ്. ഇൻഷുറൻസ് ആക്ട് 1938ന്റെയും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872ന്റെയും ഒരു കോമ്പിനേഷനാണ് ഇൻഷുറൻസ് കോൺട്രാക്ട്. ഈ നിബന്ധനകൾ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് അറിയാവുന്ന ഏതൊരു വ്യക്തിയിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഭാവിയിൽ സർവീസ് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്ന് മാത്രം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇൻഷുറൻസ് മേഖല നൽകുന്ന ആശ്വാസവും ആത്മവിശ്വാസവും ചില്ലറയല്ല. ഇതുകൊണ്ടാണ് 2047 എല്ലാ പൗരന്മാർക്കും ഇൻഷുറൻസ് എന്ന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. സർക്കാരിന്റെ ഈ പദ്ധതിയിലേക്കുള്ള ഒരു ബോധവൽക്കരണമായി മാത്രം ഈ വീഡിയോനെ നിങ്ങൾ കാണാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിലയബിൾ ഇൻഫോർമേഷനുകൾക്കും നിങ്ങളുടെ ഡൗട്ട്സുകൾക്കും
മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതോ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ട്രസ്റ്റ് ടോക്ക് ദ ഇൻഷുറൻസ് മാസ്റ്റർ എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്, സനോജ് ലാൽ.